എന്റെ ദൈവമേ, ഈ ഇലക്ഷന്റെ തിരക്കിനിടയിൽ കുറേ വർക്ക് ഇവിടെ പെൻഡിങ്ങിലുണ്ട്. ആ വർക്കൊക്കെ ഇന്ന് തന്നെ ഫിനിഷ് ചെയ്ത് കൊടുക്കാൻ സാധിക്കണേ. ഓഹ് ഈശ്വരാ. ഹലോ, സന്തോഷാടാ. നീ കണ്ടല്ലേ ഷോർട്ട് ഫിലിം? ശരി ശരി. എടാ, അതിലെ 12 കഥാപാത്രങ്ങൾക്ക് ശബ്ദം കൊടുത്തേക്കണ ഞാനാണ്. ആകെ 12 ഉള്ളൂ, അത് ഞാനാ. ജാനകി അമ്മൂമ്മയ്ക്ക് ഞാനാ കൊടുത്ത കഞ്ഞി എടുക്കട്ടെ, ഞാനാ കൊടുത്തേ. അയ്യോ, ജാനകി അമ്മൂമ്മയുടെ ഭർത്താവ് കരുണ അപ്പൂപ്പനും ഞാനാ കൊടുത്തു. പിന്നെ ഈ കരുണ അപ്പൂപ്പൻ മരിക്കുമ്പോ ഒരു കാക്ക വന്നെന്ന് വിളിക്കൂലേ, അതും ഞാനാ ശബ്ദം കൊടുത്തത്. ഇല്ല 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 ഇല്ല. ഇപ്പൊ ഈ എല്ലാത്തിനും കൂടെ ശബ്ദം കൊടുത്ത് എന്റെ ശബ്ദം തന്നെ എനിക്ക് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. എടാ, ഞാൻ സ്റ്റുഡിയോയിലടാ. അമ്പലത്തിന്റെ അവിടെ വെച്ച് കാണാം. വൈകിട്ട് കാണാം. ഓ ശരിടാ, ശരി. ഓക്കേടാ, ശരിടാ. Willy White toothpaste. മറക്കണ്ട, brush before bed with Willy White toothpaste. വിളിക്കാം. ശരിടാ. ഓ നൈസ് നൈസ്. ഫുൾ ഡീറ്റെയിലിംഗ്. ഹലോ. എന്തായി വരുന്ന വഴി അവിടെ കല്ലും മണ്ണോ കിടക്കണ സംഭവം തോന്നുന്നു. അത് കുറച്ചു നേരത്തെ ശ്രീവിദ്യയുടെ ഡബ്ബിംഗ് ഉണ്ടായിരുന്നു, ഡബ് ചെയ്ത് പോയതാ. ഇനി ഇങ്ങോട്ട് വിളിക്കല്ലേ, പാറക്കോറി ആക്കേണ്ടി വരും. അയ്യോ, അപ്പൊ മദൻ വന്നില്ലേ? മദൻ ഷാലിമാറി കയറി നാട്ടിലോട്ട് പോയി. അതെന്ത് ഷാലിമാറി കയറി നാട്ടിലോട്ട് പോയത്? അവൻ ഞാൻ പറഞ്ഞു വിട്ടുന്നേ. കാര്യം എന്തെന്ന്? ആ ഹിന്ദിക്കാരന് 2 വർക്ക് ഞാൻ മിക്സ് ചെയ്യാൻ ഏൽപ്പിച്ചിട്ട് ഞാൻ പുറത്തു പോയതാ. അവൻ എവിടുന്നോ പോയി മിക്സ് ചെയ്ത് അടിച്ചു വന്നിട്ട് ഇവിടെ വന്നിട്ട് മൊത്തം റീമിക്സ് ആയി പോയി. അവൻ കള്ളം കുടിച്ചോണ്ടൊന്ന് മിക്സ് ചെയ്ത് മൊത്തം കൊളായി പോയില്ലേ? ആന്നേ, 2 വർക്കാണ് അവനെ മിക്സ് ചെയ്യാൻ കൊടുത്തത്. ഒരു കല്യാണ വീടും ഒരു മരണ വീടും. അതിൽ കല്യാണ വീട്ടില് കല്യാണ ചെറുക്കൻ താലി എടുത്ത് കെട്ടാൻ പോകുമ്പോഴുള്ള പാട്ട് ഞാൻ സ്വർഗയാത്ര. അപ്പൊ മരണ വീട്ടിലേത് പാട്ടിട്ട്? അയ്യോ, അതൊന്നും പറയണ്ട. കയറ് കെട്ടി ബോഡി കുഴിയിലേക്ക് ഇറക്കുമ്പോ അവണി പൊന്നു നിന്നെ ഞാൻ അപ്പൊ ഡബിങ് നടക്കൂലേ? ഡബ്ബിങ് നടക്കും. ആര് ഡബ് ചെയ്യുമെന്ന്? ഞാനല്ലാണ്ട് പിന്നെ ആര്? തമ്മിൽ പിണങ്ങി പോവല്ലേ കാണാതെ മായല്ലേ കണ്ണേ. വാഴാട്ടു എത്ര തവണ ഉണ്ടെണ്ണ? 4 തവണ. എന്നിട്ടും തെറ്റി 4. അതെ, സംഭവമൊക്കെ നിങ്ങൾ ഡബ് ചെയ്യും. പക്ഷെ നിങ്ങൾ ഡബ് ചെയ്ത് കഴിഞ്ഞാൽ തമ്മി തല്ലിപ്പിണങ്ങി പോകലല്ല നടക്കണം, നമ്മൾ തമ്മി കുത്തു നടക്കും. അതുകൊണ്ട് നിങ്ങൾ സ്റ്റുഡിയോയിൽ ഇരിക്കുമ്പോൾ ഞാൻ ഡബ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല. എനിക്ക് വർക്കുണ്ട്, ഞാൻ വേറെ സ്റ്റുഡിയോ പോകണം. എനിക്ക് വർക്ക് ചെയ്യാൻ വേറെ സ്റ്റുഡിയോ കിട്ടും, നിനക്ക് വർക്കും കിട്ടും. പക്ഷെ പൈസ തരാൻ ഞാൻ മാത്രമേ ഉള്ളൂടാ. നമ്മൾക്കു നാം തന്നെയല്ലേ കൂടെ പിറന്നവരല്ലേ ഹൃദയം മുറിയും അഴലിൽ എന്താലും. വാഴാട്ടൂല പാട്ട് മാത്രമേ ഉള്ളൂ, പൈസ ഇല്ലല്ലോ. ഞാൻ ചെയ്യാം. അപ്പൊ എന്തോന്ന് ചെയ്യണം അത് പറ. ആദ്യം നിങ്ങൾ പറ, എന്തോന്ന് ചെയ്യാം? നമുക്കൊരു വർക്ക് വേറെ വന്നിട്ടുണ്ട്. അത് പെരുമ്പാവൂരെ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ഏത് ചാനലാണ്? ഭായ് ചാനൽ. അതെ അതെ, ഹിന്ദിക്കാർക്ക് വേണ്ടി തുടങ്ങിയ ചാനലാണ്. ഞാൻ കേട്ടായിരുന്നു. അതെ അതെ, അതൊക്കെ കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടെന്നേ. അതില് ഹിന്ദി പരിപാടിയില്ലേ? അല്ലാന്നേ, നമ്മുടെ മലയാള സിനിമകള് ഹിന്ദിയിലേക്ക് ഡബ് ചെയ്ത് കൊടുത്താൽ മതി. എനിക്ക് ഹിന്ദി അറിഞ്ഞൂടാന്ന്. ടീസർ മാത്രമേ കൊണ്ട് കുറച്ചേ ഉണ്ടാവുള്ളൂ, അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പറഞ്ഞാൽ മതി. എനിക്ക് ഹിന്ദി അറിഞ്ഞൂടാ, അതുകൊണ്ടാണ് ഞാൻ പറയണത്. എനിക്ക് ഹിന്ദി അറിഞ്ഞൂടാ, പക്ഷെ മുറി ഹിന്ദിയിലൊക്കെ ഞാൻ അത്യാവശ്യം ഡയലോഗ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതങ്ങ് ഡബ് ചെയ്ത് നമ്മൾ രക്ഷപ്പെട്ടില്ലേ? ആ സ്ഥിരം വർക്കാണ്. എന്നാ തിന്നാൻ പോണ അതോ മണപ്പിക്കാണോ? അല്ല, ഈ കണ്ണാടി ഇല്ലാതെ കാണാൻ ആ കണ്ണാടി എടുത്ത് വെക്ക്. കണ്ണാടി എവിടെ? കണ്ണാടി എന്റെ പൊന്നു. വലുതാക്കി എഴുതി വെച്ചേക്കണം. മനസ്സിലായി അല്ലേ? അതെ, മോഹൻലാലിന്റെ നരസിംഹത്തിലെ സീനാണ്. ആ സീൻ ഒന്ന് ഡബ് ചെയ്താൽ മതി ഹിന്ദിയില്. ഓക്കെ, ഇത് മലയാളം അല്ല, ഹിന്ദി അല്ല, മന്തിയാണെന്ന് തോന്നുന്നു. എനിക്കറിയാവുന്ന ഭാഷയിൽ എഴുതി വെച്ചാ ബായ്, അതങ്ങനെ ചെയ്താ മതി. അപ്പൊ ഈ സംഭവം ആര് പറയും? വിജയകുമാർ പറയുന്ന ഡയലോഗ് ഞാൻ നമുക്കെന്നാ തുടങ്ങിയാലോ? റിഹേഴ്സൽ ഏകദേശം ഒരു റിഹേഴ്സൽ. ഓക്കെ.
അപ്പൊ ഞാൻ വിജയകുമാറിന്റെ ഡയലോഗ് തുടങ്ങുന്നു. ഓക്കെ, ഇങ്ങോട്ട് പിടിക്കാം. മോഹൻലാൽ ഈ വെള്ളത്തിന് പൊങ്ങി വരുന്നതിന് മുമ്പേ പുള്ളി പറയാട്ടാ. ഓക്കെ ഓക്കെ. അവതാർ പിറവിക്ക് സബി രൗദ്രഭാവ് വാഹവിച്ച് ഈ മൂർത്തിക്ക് ഇപ്പൊ നാം നരസിംഹ ഹേ. ദാ ദേഖോ. बेटा दिनेश अधिमोह है अधिमोह मेरे बापू की चिता जलने वाले दिन तक तुम्हें आइस होंगे എന്ന അതിമോഹം അത് ഗലത്തിയായിരുന്നു എന്ന് മെഹസൂസ് ചെയ്യുമ്പോ തുമ്പാ बापू के पैरों मिले से 2 या 3 नഖം വെട്ടി തൂക്കാം जाके चंदन मुट्ठी में मच जलाकर आशा तीर्ക്കാം तुम्हें आशा तीर्ക്കാം. അണ്ണാ ഈ 8 സാൽക്ക് ഇന്റർവെൽ അതെന്താ ഇന്റർവെൽ എന്ന് പറയുമ്പോ ഇന്റർവെൽ അതിന്റെ ഹിന്ദി അറിയില്ല എനിക്ക്. അതായത് 8 സാൽക്ക് ഇന്റർവെൽ, അതായത് 8 വർഷത്തെ ഇടവേളക്ക് ശേഷം. 8 साल के इंटरवल के बाद ഇന്ത്യ ചൂടാ ആ ഗയാ നയാ കളികൾ ദേഖാനും ചിലത് ദേഖാങ്കർ പഠിപ്പിക്കാൻ തും പോടാ ബേട്ടാ ദിനേശ്. ഇങ്ങനെ ചെയ്താ മതി, അടിച്ചു പൊളിക്കും. പക്ഷെ എനിക്കിത് നന്നായിട്ടിരുന്ന് വായിച്ച് പഠിക്കണം. ഇത് അടിച്ചു പൊളിക്കുമെന്നല്ല, ഇങ്ങനെ ചെയ്താൽ മതി. അടിച്ച് പൊളിക്കും. അവന്മാരെല്ലാം കൂടെ വന്ന് നമ്മളെ അടിച്ച് പൊളിക്കും. അതല്ല പറഞ്ഞത്. സ്മിതേ, ആര് വേളുണ്ടോ? സ്മിതേ, എടി സ്മിതേ ഇറങ്ങി വാ. സ്മിതേ, ആര്? എന്റെ സ്മിതയെ ഇറക്കി വിട്. സ്മിതയെ, എന്റെ ഭാര്യ സ്മിതയെ ഇറക്കി വിടാൻ. എടാ ഞങ്ങളുടെ സ്മിത. അയ്യോ നമ്മുടെ സ്മിത. നമ്മുടെ സ്മിത അല്ല, എന്റെ ഭാര്യ സ്മിതയെ ഇറക്കി വിട്. ഇവിടെ സ്മിതയൊന്നുമില്ല. അവളുടെ ബഡ്ഡിങ് വരുന്ന കാര്യം എനിക്കറിയാം. ബഡ്ഡിങ് അല്ല, പുഡിംഗ് അല്ല, ഈറ്റിംഗ് ഈറ്റിംഗ് അല്ല, പ്ലംബിംഗ് ആടാ. എന്നാലും നീ ഡബിംഗ് എന്ന് പറയരുത്. ആദ്യം പറഞ്ഞ പിന്നെ ബാക്കിയുള്ള കോമഡി ആര് പറയടാ? കോമഡി അടിക്കാൻ വന്നതാ. അപ്പൊ നീ കോമഡി പറയാൻ വന്നതാ? എന്നെ എന്തിനാ വന്ന ഇവിടെ? ഞാൻ കോമഡി